അദ്ദേഹം ഇതറിയാൻ പോകുന്നു. അദ്ദേഹം ഇതറിഞ്ഞ അടുത്ത നിമിഷം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. പ്ലീസ് ഡോക്ടർ, എനിക്ക് മരിക്കണം. ഒരു മിനിറ്റ് നീ ഇങ്ങോട്ട് നോക്ക് രാധേ. എന്തിനെങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നതൊന്ന് കേക്ക് പ്ലീസ് രാധേ. ആദ്യം കരച്ചിലൊന്ന് നിർത്ത്. ഞാൻ പറയുന്നതൊന്ന് കേക്ക് മോളെ. ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. നീ നിന്റെ ചേച്ചിയുടെ വീട്ടിൽ പോയതിനു ശേഷം ഒരു ദിവസം രാജേഷ് കണ്ണു തുറന്നു നോക്കി. അന്ന് ഞാൻ അവന്റെ അടുത്ത് ചെന്നിട്ട് നിനക്ക് വന്നിരിക്കുന്ന ഒരു അപകടം പിടിച്ച രോഗമാണ്, ഇതൊക്കെ വരാൻ എന്താ കാരണമെന്ന് ചോദിച്ചു. അതിനവൻ കോളേജിലുണ്ടായിരുന്ന ചീത്ത കൂട്ടുകെട്ടുകളെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു. അത് മാത്രമല്ല മോളെ, നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് നടക്കാതിരുന്നതും രണ്ടാമത്തെ ദിവസം അവന് വേദന സഹിക്കാനാവാതെ ബോധം കെട്ടു വീണതും എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, ഈ ഗർഭത്തിന് ആരാ കാരണക്കാരൻ? പറയേ. തീർച്ചയായും ഇത് രാജേഷ് അറിയുന്നതിന് മുൻപ് എനിക്കതറിയണം. ഞാൻ പറയാം ഡോക്ടർ. ഒരുപക്ഷെ ഞാൻ പറയുന്നത് തന്നെയായിരിക്കും സത്യം. ഇവിടെ ഞാൻ ആഹാരം കഴിക്കാതെ ഉറങ്ങാതിരുന്ന സമയത്ത് നിങ്ങളാണ് ഉറങ്ങാൻ വേണ്ടി ഗുളികയും തന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് അയച്ചത്. ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടും എനിക്ക് ഗുളിക കഴിച്ചിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാധേ, 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 എന്താ മോളേത്? റോഡിൽ വന്ന് ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ആദ്യം ആ സാരി മര്യാദയ്ക്ക് എടുത്തിട്ട്. നിന്റെ ചേച്ചി ഇപ്പൊ വരും. ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാൻ 2-3 ദിവസം ആകും. നീ അകത്ത് പോയി കിടക്ക്. പോ മോളെ. ചേച്ചി, 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 കൊച്ചിന് സുഖമില്ല. ഒന്ന് ഹോസ്പിറ്റലിൽ പോണം. വെളിയിലേക്ക് വാ ചേച്ചി. കൊച്ചിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഒന്ന് വെളിയിൽ വാ ചേച്ചി. രാധേ, രാധേ, എന്താ മോളെ സമയം എത്രയായിട്ട് ഉറങ്ങാതിരിക്കുന്നേ? എന്തോ ഉറക്കം വരുന്നില്ലേ ചേച്ചി? ഗുളിക കഴിച്ചിട്ട് നിനക്ക് ഉറക്കം വന്നില്ലേ? ചേച്ചി ഒന്ന് പെട്ടെന്ന് വാ ചേച്ചി, ഉടനെ നമുക്ക് തിരിച്ചു വരാം. മോളെ, കുട്ടിക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് വിളിക്കുക. ഞാനൊന്ന് പോയിട്ട് വരട്ടെ മോളെ. ചേച്ചി പോയിട്ട് വാ, ഒരു കുഴപ്പമില്ല. സൂക്ഷിച്ചിരുന്നോണം. ഞാൻ പോയിട്ട് ഉടനെ വന്നേക്കാം.
എഴുന്നേറ്റപ്പോ ചേച്ചിയുടെ ഭർത്താവ് അടുത്ത് കിടക്കുകയായിരുന്നു. എന്റെ തുണികളും അലങ്കോലപ്പെട്ടിരുന്നു. എനിക്ക് സംശയം തോന്നിയതാ. എന്റെ കുഞ്ഞുനാൾ മുതൽക്ക് ഞാൻ എന്റെ ചേട്ടനെ കണ്ടാ വളർന്നത്. അദ്ദേഹത്തിന്റെ ഒരു നോട്ടത്തിൽ പോലും ഞാൻ തെറ്റ് കണ്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെ ചെയ്ത് കാണില്ലെന്നാ ഞാൻ കരുതി. എന്നാ ഇന്നാ എനിക്ക് മനസ്സിലായത്. അദ്ദേഹം അന്നെന്നെ നശിപ്പിച്ചു. പ്ലീസ് ഡോക്ടർ, എന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയെ നശിപ്പിച്ചേക്ക് ഡോക്ടർ. ഈ പാപത്തിന് എനിക്ക് ചുമക്കാൻ കഴിയില്ല. പ്ലീസ് ഡോക്ടർ. നോക്കിരാതെ, എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ നന്നായി ജീവിച്ച് നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് സഹായമായിരിക്കണം. അതാണ് ജീവിതം. നിനക്ക് എന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാമോ? ഇന്നെനിക്ക് വലിയ വീട്, കാറ്, ബംഗ്ലാവ്, ഈ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഞ്ഞില്ലെന്ന ഒരേ ഒരു കാരണത്താൽ എന്റെ ഭർത്താവ് എന്നെ ഡൈവോഴ്സ് ചെയ്തിട്ട് പോയിക്കളഞ്ഞു. പക്ഷെ അന്ന് ഞാൻ വൈരാഗ്യത്തോടെ ഒരു തീരുമാനമെടുത്തു. ഇന്ന് ഞാൻ ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ കെട്ടിയിട്ട് എത്രയോ പാവപ്പെട്ടവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കിരാതെ, കുറ്റങ്ങളില്ലാത്ത മനുഷ്യരുമില്ല, പ്രശ്നങ്ങളില്ലാത്ത ജീവിതവുമില്ല. നീ അനുഭവിക്കുന്നത് നിന്റെ വിധിയാ. നീ ഉറക്കത്തിലായിരുന്നു, അവനാണെങ്കിൽ മദ്യലഹരിയിലും. ആ കുഞ്ഞ് എന്ത് പാപം ചെയ്തു? അതിനുവേണ്ടി നീ എന്തിനാ ചാകുന്നത്? അതെ, നേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡോക്ടറും കൂടി പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആറ്റുകളിൽ പോയി പൊങ്കാലയിട്ട് ദേവിക്ക് നിവേദിക്കാമായിരുന്നു. ശരി, നീ ഒരു തെറ്റും ചെയ്യാത്തവളാ. സാഹചര്യ തെറ്റിന് നീ എങ്ങനെയാ കുറ്റക്കാരിയാകുന്നത്? നോക്കിരാതെ, ഇനി നിനക്ക് മരിക്കണമെന്നുള്ള ചിന്തയുണ്ടാകരുത്. പഠിക്കുന്ന കാലത്ത് രാജേഷിനുണ്ടായ തെറ്റായ ശീലമാ. നാട്ടിലൊരു സ്ത്രീ തന്നെ അവൻ കാരണം മരിക്കുകയുണ്ടായി. ആ കാര്യം അറിഞ്ഞിട്ട് സ്വന്തക്കാരും തന്നെ ഇവൻ ഒരു പെണ്ണിനെ കൊടുക്കാൻ തയ്യാറായില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷവും ഈ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് നിനക്ക് തോന്നുന്നല്ലോ. ആ പാവം കുഞ്ഞ് എന്താ മോളെ ചെയ്തത്? ഇതൊക്കെയല്ലേ സംഭവിച്ചത്? പറ മോളെ, ഇനി നിനക്ക് മരിക്കണോ? നിനക്ക്? ഇനി നിനക്കൊരു വിഷമമുണ്ടാകുന്ന കാര്യം ഞാൻ പറയട്ടെ. നിന്റെ ഭർത്താവിന് നിനക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയില്ല മോളെ.